ഇന്നൊരു ചായക്കഥയായാലോ? കുറെ കൊല്ലം മുമ്പ് 12 കൊല്ലം ഒരുമിച്ച് പാരന്റ്സ് മീറ്റിംഗിന് പാരന്റ്സ് നീങ്ങാത്ത നിന്ന 2 പിള്ളേര് ഇപ്പൊ പാരന്റ്സ് ആയി വീണ്ടും ഒരുമിച്ച്. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാല്ലേ? ഏത് കഥ തുടങ്ങുമ്പം ചായയും പഴംപൊരിയും ശുഭലക്ഷണം. കുറെ കാലം കൂടിയിട്ട് എന്നെ കണ്ടരില്ലാത്ത ചിരിയാ നോക്കി ചായയും പഴംപൊരിയും കാണുമ്പോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ. നമ്മളെ കഥ പറച്ചില് തീരാൻ പോകുന്നില്ലാന്ന് കണ്ടപ്പോ നമ്മള് ബസ് തൂങ്ങിട്ടായി ബാക്കി കഥ. ബസ് ഇറങ്ങിയ പാടും വീണ്ടും നമ്മള് എന്നാ പിന്നെ വീണ്ടും ഓരോ ചായ കുടിച്ചാലോ? ഒറ്റ മൈൻഡ് ചായ. പക്ഷെ ചായ തീരുന്നതല്ലാണ്ട് നമ്മളെ കഥ തീരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ചായക്കടക്കാരൻ നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമ്പോന്ന് നമ്മൾ ഈ 2 ചായയും കൊണ്ട് 3 മണിക്കൂറായാലൂടെ ഇരിക്കുന്നത് നമുക്ക് ഓർമ്മ വന്നു. പിന്നെ നമ്മൾ പണ്ടേ ആയിരിക്കും ശല്യം ആക്കലില്ല. അതുകൊണ്ട് അപ്പുറത്താണ്ട് പെട്രോൾ പമ്പിന്റെ സൈഡിൽ പോയിട്ടിരുന്ന്. ശരിക്കും പറഞ്ഞ ഈ ശരീരം വല്ലാണ്ട് വളർന്നു എന്നല്ലാണ്ട് നമ്മളെ രണ്ടാളും മനസ്സിപ്പോഴും പണ്ടത്തെ LP സ്കൂളിന്റെ അത്ര. അതിനിടയിൽ വളരെ യാദർശികമായിട്ടാണ് നമ്മളെ മുമ്പ് പഠിപ്പിച്ചൊരു മാഷിനെ കണ്ടത്. ആ മാഷ് നമുക്ക് 2 പേർക്കും ഒരേപോലെ പ്രിയപ്പെട്ടതായിരുന്നു. ആ കുറച്ച് നിമിഷങ്ങള് നമ്മളെ കുറെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഒരു ചായയും കുടിച്ചു തുടങ്ങിയ കഥ ഇനി എത്ര ദിവസം ഉണ്ടായാലും തീരുല്ലെന്ന് നമുക്ക് മനസ്സിലായി. ചുരുക്കത്തില് നമ്മൾ രണ്ടാളും ഒരുപോലെ ചിന്തിച്ചൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ജനിച്ചതിന്റെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ജനിച്ചാൽ മതിയിരുന്നു എന്ന്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ നിങ്ങളെ കൂട്ടുകാരെ കാണുമ്പോ ഇങ്ങനെ കുറേ കഥകളുടെ കെട്ടഴിക്കാൻ?